നമസ്കാരം. ശ്യാം ചേട്ടാ, നമ്മൾ കഴിഞ്ഞ ദിവസം LVM-3 റോക്കറ്റിനെ കുറിച്ചും അതിന്റെ ഡീറ്റെയിൽസും ഒക്കെ സംസാരിച്ചിരുന്നു. ശേഷം കഴിഞ്ഞ ദിവസം LVM-3 റോക്കറ്റിന്റെ വിക്ഷേപണം, അതിന്റെ ദൗത്യത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കേണ്ടതുണ്ടായിരുന്നു. കുറച്ച് ഡിലേ വന്നു എന്ന് നമുക്ക് ശ്യാം ചേട്ടനെ കിട്ടിയിട്ടുണ്ട്. ചരിത്ര പ്രധാനമായ ഇന്ത്യയുടെ ഒരു ദൗത്യമായിരുന്നു അത്. വളരെ പ്രിസൈസ്ഡ് ആയിട്ട് നമുക്കത് ചെയ്യാൻ സാധിച്ചു എന്ന് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്ന 410 കിലോഗ്രാം ഭാരം ആണ് ബാഹുബലി റോക്കറ്റ് ആകാശത്ത് എത്തിച്ചിട്ടുള്ളത്. എന്തായിരുന്നു ആ ചരിത്ര പ്രധാനമായ ദൗത്യം? അതിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട്? അതിനെക്കുറിച്ച് നമുക്കറിയേണ്ടതുണ്ട്. അതെ, എന്താ വെച്ചാല് ഈ ബാഹുബലി റോക്കറ്റ് അത് അതിന്റെ ഒരു നിക്നെയിമാണ്. LVM-3 എന്നാണ് അതിന്റെ ശരിയായ പേര്. LVM-3 അതായത് ലോഞ്ച് വെഹിക്കിൾ എന്നുള്ളതേ ഉള്ളൂ. ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 എന്നാണ് അതിന്റെ ഫുൾ ഫോം. അത്രയേ ഉള്ളൂ. അപ്പൊ ഇതാണ് ഇന്ത്യയുടെ ഏറ്റവും ഹെവി ലിഫ്റ്റ് ആയിട്ടുള്ള റോക്കറ്റ്. അതായത് ഏകദേശം ഒരു 9,000 കിലോഗ്രാം ലോവർ ഓർബിറ്റ് വരെ എത്തിക്കാൻ അതിന് ശേഷിയുണ്ട്. ലോവർ ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 100 കിലോമീറ്റർ മുതൽ ഒരു 500 കിലോമീറ്റർ വരെ റേഞ്ചിലുള്ള ഓർബിറ്റ്. അവിടേക്ക് 9,000 കിലോ എത്തിക്കാൻ കഴിയും. ഇത് ഒരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണത്. അത് എത്തിക്കേണ്ടത് 36,800 കിലോമീറ്റർ ഉയരമുള്ള ഒരു ഓർബിറ്റിലാണ് എത്തിക്കേണ്ടത്. കാര്യം ആ ഓർബിറ്റാണ് ഭൗതിക ഭ്രമണപഥം എന്ന് പറയുന്നത്. ജിയോസിൻക്രണസ് അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ അത് എപ്പോഴും ഭൂമിയുടെ ഒരു പോയിന്റിൽ മാത്രം നോക്കി നിൽക്കുന്ന ഇതാണ്, ആ ഒരു ഓർബിറ്റാണ്. അപ്പൊ അതിന്റെ സാങ്കേതികതയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇതിപ്പോ ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് അതുള്ളത്. ആ എലിപ്റ്റിക്കൽ ഓർബിറ്റിലേക്കാണ് അത് എത്തിക്കുക. ആ എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ നിന്ന് ഇതിനെ ഒരു പെർഫെക്റ്റ് ഭൂമി സെന്റർ ആക്കിക്കൊണ്ടുള്ള ഒരു പെർഫെക്റ്റ് സർക്കുലർ ഓർബിറ്റിലേക്ക് മാറ്റണം. അതിന് കുറച്ച് പ്രോസസ് ഉണ്ട്, കുറച്ച് മാനോവറിംഗ് ഉണ്ട്. അതിന് ഈ ഉപഗ്രഹത്തിൽ ഒരു റോക്കറ്റ് എഞ്ചിൻ ഉണ്ട്. അതിനെ ലാം എഞ്ചിൻ എന്നാണ് പറയുക. ലിക്വിഡ് അപ്പോച്ചി മോട്ടോർ എന്നാണ് അതിന്റെ ഫുൾ ഫോം. അത് ഇടയ്ക്കിട ഇങ്ങനെ പീരിയോഡിക്കലായിട്ട് അത് വർക്ക് ചെയ്യിച്ച് ഈ ഭ്രമണപഥം, ഈ ഓർബിറ്റ് വികസിപ്പിച്ച് ഇതിനെ ഒരു സർക്കുലർ ഓർബിറ്റ് ആക്കി മാറ്റും. അത് ഒരു ഇടവിട്ട് ഒരു 10 ദിവസം കൊണ്ടായിരിക്കും അത് ചെയ്യുക. ഇതാണ് ഒരു GTOയിലേക്ക് അല്ലെങ്കിൽ ഒരു ജിയോസിൻക്രണസ് ഓർബിറ്റിലേക്ക് ഒരു ഉപഗ്രഹം എത്തിക്കാനുള്ള പ്രോസസ്. ഇവിടെ ഇത് വ്യത്യസ്തമാകുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ GTOയിലേക്ക് ഈ റോക്കറ്റ് എത്തിക്കാനുള്ള ഈ റോക്കറ്റിന്റെ മാക്സിമം കപ്പാസിറ്റി, പേലോഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 4,000 കിലോഗ്രാം. 4,000 കിലോഗ്രാം മാത്രമേ ഈ റോക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് GTOയിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ, നമ്മുടെ മാക്സിമം. പക്ഷേ ഇത് ഉപഗ്രഹം എല്ലാം കൂടെ ഉണ്ടാക്കി വന്നപ്പോഴത്തേക്ക് 4,410 കിലോഗ്രാം. അത് കുറയ്ക്കാനും പറ്റില്ല. എന്താ വെച്ചാൽ ഈ ഉപഗ്രഹം മിലിറ്ററി പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്, നേവിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. 2013 GSAT-7 എന്ന് പറഞ്ഞൊരെണ്ണം വിക്ഷേപിച്ചിരുന്നു. അത് നമ്മൾ ആ സമയത്ത് നമുക്ക് ഈ റോക്കറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഇവിടുന്നാണ് ഫ്രണ്ട്സ് ഗയാനയിൽ നിന്ന് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഏരിയൻ റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപിച്ചത്. അതിന്റെ വെയിറ്റ് 2,800 കിലോഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിന്റെ അകത്ത് മിലിറ്ററി പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഉപകരണങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളത് രഹസ്യമാണ്, ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പൊ അത് വെയിറ്റ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ പലതും കോംപ്രമൈസ് ചെയ്യേണ്ടി വരിക എന്നാണ് അർത്ഥം. അപ്പം ഇത് എന്നും ഉപഗ്രഹം വിക്ഷേപിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ചെയ്യുമ്പം അത് മാക്സിമത്തിൽ ചെയ്യുക. പക്ഷെ ഈ 4,410 കിലോഗ്രാം കുറയ്ക്കാനും പറ്റില്ല. ഈ 4,000 കിലോഗ്രാമിനപ്പുറം ഈ റോക്കറ്റിന് GTOയിലേക്കോട്ട് എത്തിക്കാനും പറ്റും. അപ്പൊ ഈ പ്രശ്നം പരിഹരിച്ചേ പറ്റുള്ളൂ. അതിനുള്ള ഒരു മാർഗമാണ് ഇതുവരെ ആരും കൈവെക്കാത്ത രീതിയിൽ ISRO ചെയ്തത്. അവർ 1.5 പണിയായി. സത്യം പറയാലോ, ഞാൻ ആ ലോഞ്ച് കണ്ടിങ്ങനെ വിറച്ചിരിക്കുക, എന്താകും എന്നുള്ളത്. അതിന് അത്ര വലിയ റിസ്ക് ആണ്. എന്താന്ന് വെച്ചാല് ഈ GTOയിലേക്ക് എത്തിക്കുന്നതിന് പകരം ഈ അതായത് ഇതിന്റെ അപ്പോജി, അതായത് മാക്സിമം ഡിസ്റ്റൻസ്, ഭൂമിയിൽ നിന്നുള്ള മാക്സിമം ഡിസ്റ്റൻസ് 36,800 എന്നതിന് പകരം ഒരു 29,000 എത്തിക്കുന്ന രീതിയിൽ അതിന്റെ ഇതിന്റെ ഇഞ്ചക്ഷന്, ഓർബിറ്റൽ ഇഞ്ചക്ഷന്, കോഴ്സ്, ഇതെല്ലാം അവർ അതിൻ്റെ അകത്ത് പ്രോഗ്രാം ചെയ്യും. 36,800 എത്തിക്കാനേ ബുദ്ധിമുട്ടുള്ളൂ. പക്ഷെ 29,000 എത്തിക്കാൻ പറ്റും. ഓർബിറ്റിന്റെ സൈസ് ഇത്തിരി കുറഞ്ഞു കഴിഞ്ഞാൽ
അങ്ങനെ അവിടേക്കാണ് എത്തിച്ചത്. ഇത് എത്തിച്ചു കഴിഞ്ഞ വീണ്ടും പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് അവിടേക്കാണല്ലോ എത്തേണ്ടത്. അതിനുശേഷം ഈ ലാം എഞ്ചിൻ വേറൊരു ആംഗിളിൽ, അതായത് ഇതിന്റെ ഭൂമിയോട് അടുത്ത് വരുന്ന സമയത്ത് ഇതിനെ 1-2-3 വട്ടം ബേൺ ചെയ്ത് ആദ്യം ഈ അപ്പോജി, അതായത് മാക്സിമം ഡിസ്റ്റൻസ് 36,800 എത്തിച്ചിട്ട് പിന്നീട് അവിടുന്ന് വീണ്ടും ബേൺ ചെയ്ത് ഈ പറഞ്ഞതുപോലെ പല പ്രാവശ്യമായിട്ട് ഈ സർക്കുലർ ഓർബിറ്റിലേക്ക് ആക്കും. ഇത് നമ്മൾ പറയുമ്പോൾ വളരെ ഒരു ബോർഡിലൊക്കെ വരച്ച് കാണിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ സാമാന്യമായ ടെക്നിക്കൽ സ്കില്ലും നോളജും എക്സ്പീരിയൻസും ആത്മവിശ്വാസവും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു എന്താണ് സയന്റിഫിക് ആയിട്ടുള്ള ഈ ഒരു ടെക്നിക്കൽ പ്രോസസ് വിജയകരമായിട്ട് നടത്താൻ പറ്റുള്ളൂ. അവിടെയാണ് ഈ ASROയുടെ സയന്റിസ്റ്റുകളുടെ ആ സ്കില്ലും അവരുടെ ആ നോളജും പ്രസക്തമാണ്. അതുപോലെ മറ്റൊരു ഇതുണ്ട്, ഇപ്പൊ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഒക്കെ റോക്കറ്റ് ചരിത്രം എന്ന് പറയാനുള്ള ഒരു കാരണം ഈ ഇത്രയും ഭാരം എത്തിച്ചു എന്നതാണോ, അതോ കപ്പാസിറ്റിയെക്കാട്ടിൽ കൂടുതൽ ഭാരം? ഒന്നാമത്തെ ഒരു കാര്യം ഉണ്ടല്ലോ, നമ്മൾ 400 കിലോയില്ലേ ശകലമല്ലേ കൂടിയിട്ടുള്ളൂ. അത് പറ്റില്ല. അത് കാര്യം ഈ റോക്കറ്റിന്റെ കപ്പാസിറ്റി, അതായത് പേലോഡ് ലിവറേജ് എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നമുക്ക് പറയാം, ഇപ്പൊ ഒരു പാലം, നമ്മളിവിടെ ഭൂമിയിൽ ഒരു പാലം ഉണ്ടാക്കി, ആ പാലത്തിനൊരു കപ്പാസിറ്റി ഉണ്ടാകും. ഒരു 10 ടൺ ഭാരമുള്ള ലോറിക്ക് മാത്രം പറ്റുള്ളൂ. ആ 10 ടൺ എന്ന് പറയുന്നത് 20 ടൺ പോയാലും പ്രശ്നമൊന്നും വരില്ല. കാര്യം അതിന് അത്രത്തോളം ലിവറേജ് ഉണ്ട് അവിടെ. മനസ്സിലായില്ലേ? അങ്ങനെ എന്നാൽ ഈ സ്പേസ് പേലോഡിന്റെ കാര്യത്തിൽ ആ സ്വാതന്ത്ര്യമൊന്നും ഇല്ല. ഒരു 10 കിലോ പോലും കൂടാൻ പറ്റില്ല. ഒരു 10 കിലോ കൂടിയാൽ പോലും പ്രശ്നമാകും. ഇത് ഇന്ത്യയിൽ മാത്രം, അല്ലെങ്കിൽ നമ്മുടെ ISRO സയന്റിസ്റ്റുകൾ ലോകത്ത് എവിടെയെങ്കിലും ഇത്തരത്തിലുള്ളൊരു ചരിത്ര ദൗത്യം എന്നൊരു വിശേഷണം നടത്തുന്നതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. മറ്റേതെങ്കിലും മാതൃകകൾ? അല്ലല്ല, എന്ന് പറഞ്ഞാൽ മാതൃകകൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എന്താന്ന് വെച്ചാല് കാര്യം, ഇപ്പൊ അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ ചൈനയ്ക്ക് അല്ലെങ്കിൽ യൂറോപ്യൻ സ്പേസ് ഏജൻസിക്ക് ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തേണ്ട കാര്യമില്ല. കാര്യം അവർക്ക് വളരെ ഹെവി ലിഫ്റ്റ് റോക്കറ്റുകളുണ്ട്. ഇപ്പം നമ്മുടെ ഇതിന്റെ കപ്പാസിറ്റി 4000 കിലോഗ്രാം മാത്രം ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്. അതായത് 6000 കിലോഗ്രാം ഉണ്ടായിരുന്നുവെങ്കിൽ പഠിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? അതായത് ഇപ്പം ഇവരുടെ സ്പേസ് എക്സിന്റെ ഒക്കെ റോക്കറ്റ് ഉണ്ട്, അതിന്റെ GTOയിലേക്കുള്ള അതിന്റെ പേലോഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 20 ടണ്ണൊക്കെയാണ്, 20,000 കിലോഗ്രാം ആണ്. അവരെന്തിനേക്ക് പഠിക്കുന്നത്? ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതായത് നമ്മുടെ ഡ്രോബാക്ക്, നമ്മുടെ അപര്യാപ്തത ഒരു അവസരമാക്കി മാറ്റുകയാണ് ചെയ്യും. അതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ഇപ്പൊ ഇവരുടെയൊക്കെ റോക്കറ്റ് ഉണ്ട്, യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഒക്കെ ഏരിയൻ റോക്കറ്റുകൾ ഒരൊറ്റ ലോഞ്ചില് ഈ GTOയിലേക്കും പലതിലേക്കും അവരൊക്കെ 2-3 ഉപഗ്രഹങ്ങൾ ഒരുമിച്ച് വിക്ഷേപിക്കും. ഇപ്പൊ നമ്മളും ചെയ്തിട്ടുണ്ട്. അതൊരൊറ്റ ഓർബിറ്റിലേക്ക് തന്നെ പല ഉപഗ്രഹം. എന്നാൽ പല ഓർബിറ്റിലേക്ക് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനുള്ള ഒരു കപ്പാസിറ്റി നമുക്കിതുവരെ ആയിട്ടില്ല. അതിനുള്ള ഒരു പരീക്ഷണം കൂടെ ഇതിൻ്റെ അകത്ത് നടന്നു. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫൈനൽ സ്റ്റേജ് ഉണ്ട്, ക്രയോജനിക് സ്റ്റേജ്. ആ ക്രയോജനിക് സ്റ്റേജിലെ ആ ക്രയോജനിക് എഞ്ചിനാണ് ഇതിന്റെ ലോഞ്ച് പ്രൊഫൈലിൽ ഏറ്റവും കൂടുതൽ സമയം വർക്ക് ചെയ്ത്, ഒരു 15 മിനിറ്റോളം അത് വർക്ക് ചെയ്യും. ടോട്ടൽ ലോഞ്ച് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20 അത്രേ ഉണ്ടാവുള്ളൂ. അതിൽ 3/4 ഭാഗവും വർക്ക് ചെയ്യുന്നത് ഈ ക്രയോജനിക് എഞ്ചിനാണ്. ഈ ക്രയോജനിക് എഞ്ചിൻ ഇടയ്ക്ക് ഓഫ് ചെയ്തു, വീണ്ടും അത് ഓൺ ചെയ്തു. കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ട് നോക്കുന്നു. ഇത്രയും വലിയ ഭാരവും വഹിച്ചുകൊണ്ട് അങ്ങനെ മുകളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന റോക്കറ്റ് എഞ്ചിൻ ഓഫ് ചെയ്യുക, അത് വീണ്ടും റീഇഗ്നേറ്റ് ചെയ്യുക. ഇത് ചെറിയ കളിയല്ല. ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായി ഈ സാധനം മുക്കിയിട്ടാണ്. പക്ഷെ അങ്ങനെ ചെയ്താൽ, ആ ഒരു സ്കില്ല് ആർജിച്ചാൽ, ആ ഒരു ടെക്നോളജി ആർജിച്ചാൽ മാത്രമേ നമുക്ക് മൾട്ടിപ്പിൾ ലോഞ്ചസ് ചെയ്യും. ഒരു ഒറ്റ റോക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് മൾട്ടിപ്പിൾ സാറ്റലൈറ്റ് ഇഞ്ചക്ഷൻ നടക്കൂ. വേഗം പറയാം, ഇപ്പൊ നമ്മളൊരു ബസ്സിൽ കയറി പോകുന്നു, ഒരു ബസ്സിൽ യാത്രക്കാർ, അവർക്ക് പല സ്റ്റോപ്പുകളിൽ ഇറങ്ങേണ്ടി വരും, ഇല്ലേ? അപ്പം അവിടെ ബസ് സ്ലോ ചെയ്യണം, നിർത്തണം, ആളിറങ്ങണം, വീണ്ടും ബസ് മുമ്പോട്ട് എടുക്കണം,
വേഗത എടുക്കണം, പോണം, അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണം, ഇങ്ങനെ വേണ്ടേ? വേണം. ഒറ്റ സ്റ്റോപ്പിൽ എല്ലാവരും കൂടെ ഇറങ്ങുകയാണെങ്കിൽ ഒറ്റ പ്രാവശ്യം നിർത്തിയാൽ ഇത് മൾട്ടിപ്പിൾ സ്റ്റോപ്പിൽ ഇറങ്ങണം. അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ഓർബിറ്റുകളിലേക്ക് മൾട്ടിപ്പിൾ പർപ്പസിനുള്ള പല സാറ്റലൈറ്റുകൾ ഒരൊറ്റ വെഹിക്കിളിൽ ലോഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഇഗ്നീഷൻ റീഇഗ്നീഷൻ ടെക്നോളജി അത്യാവശ്യമാണ്. അതും കൂടെ ഈ കൂട്ടത്തിൽ അങ്ങോട്ട് പരീക്ഷിച്ചു. ആലോചിച്ച് നോക്കണം, ഈ പരീക്ഷണമൊക്കെ നടത്തുക എന്ന് പറഞ്ഞത് ഇത് നമ്മുടെ നേവിക്ക് ആവശ്യമായ റോക്കറ്റ് ഉപഗ്രഹമാണ് ഈ വിക്ഷേപിക്കുന്നത്. ഇതിന് എന്തെങ്കിലും സംഭവിച്ച പ്രശ്നമാണ്. അത്രമാത്രം റിസ്ക് ഉള്ള ഒരു ലോഞ്ചിന്റെ അകത്ത് ഇതുപോലെ പരീക്ഷണങ്ങളും കൂടെ നടത്തണമെങ്കിൽ മനുഷ്യ ആലോചിച്ച് നോക്കൂ. തീർച്ചയായിട്ടും. ഈ ആർമി രഹസ്യരേഖകൾ അല്ലെങ്കിൽ ആർമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുകൊണ്ട് പലതും ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. ആ സാറ്റലൈറ്റ് നമ്മൾക്കറിയാത്ത, സാധാരണക്കാർക്ക് അറിയാത്ത എന്തെങ്കിലും കാരണം നമ്മുടെ അതിനെക്കുറിച്ച് ഷാഫിച്ചേട്ടന് എന്തെങ്കിലും ധാരണയുണ്ടോ? അത് നമുക്കറിയില്ല. കാര്യം പറഞ്ഞാൽ പ്രധാനമായിട്ടും നേവിയുടെ കമ്മ്യൂണിക്കേഷനാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനം. നേവൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ പല കമ്മ്യൂണിക്കേഷനും ഉണ്ട്, പല ലെവലിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിക്കേഷൻ അതിൻ്റെ അകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ സബ്മറൈൻസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. ഈ സബ്മറൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അത് വേറൊരു ലെവൽ ഓഫ് ടെക്നോളജി. കാര്യം ഈ സാധനം കടലിൻ്റെ അകത്ത് മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെടാൻ ഒരു മാർഗമുണ്ട്. ഇപ്പോഴും ആകെ ലോകത്തിലും 3-4 രാജ്യങ്ങൾക്ക് മാത്രമേ ഈ സബ്മറൈൻ, അതായത് ആ സ്റ്റേറ്റിൽ മുങ്ങിക്കിടക്കുന്ന സമയത്ത് അതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉള്ള മാർഗവും. അതിലൊന്ന് VLA എന്ന് പറയുന്ന ഒരു ടെക്നോളജി, VLF, വെരി ലോ ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. ഈ ഒരു നേവിയുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് അതിന്റെ സബ്മറൈൻ ഫ്ലീറ്റ് ആണ്. കാര്യം ഇവൻ കടലിന്റെ അകത്തോട്ട് മുങ്ങി കഴിഞ്ഞ് ഇവൻ എവിടെ കിടക്കുന്നു എന്നുള്ള ഒരു മനുഷ്യർക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇത് ഇവരുടെയൊക്കെ അമേരിക്കയുടെയും റഷ്യയുടെ ഇവരുടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സബ്മറൈൻസ് ഈ ലോകത്ത് പലയിടത്തായിട്ട് ഈ ലോകം മുഴുവൻ നശിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ബോംബുകളുമായും മിസൈലുകളുമായിട്ട് മുങ്ങിക്കിടപ്പുണ്ട്. എവിടൊക്കെ കിടപ്പുണ്ടെന്ന് ആർക്കും അറിയില്ല. അപ്പൊ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ്, നേരത്തെ എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഇത് മുങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മുങ്ങിയതാണ്. പിന്നെ ഇവ മുന്നിലോട്ട് പൊങ്ങി വന്നാൽ മാത്രമേ ഇതുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുള്ളൂ. ഈ മുങ്ങിക്കിടക്കുന്ന മുങ്ങിക്കപ്പല് ഇതിലത് കിടക്കുന്നത്, ഇവൻ പോയി ഒരു ശത്രു രാജ്യത്തോട് ചേർന്നാൽ പോലും ഇപ്പുറത്ത് അറിയില്ല. അതിന് അതുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ മാർഗമില്ല. ആ കമ്മ്യൂണിക്കേഷൻ നമുക്കുണ്ട്, ആ സിസ്റ്റം നമുക്കുണ്ട്. ഇപ്പം അതിന് ഈ സാറ്റലൈറ്റ് എങ്ങനെയാണ് അത് എൻഹാൻസ് ചെയ്യാൻ പോകുന്നതെന്നൊന്നും അറിയില്ല, നമുക്കറിയില്ല. അത് നോക്കണം. ഇതിൻ്റെ അകത്ത് സാധാരണഗതിയിൽ ഈ ലോഞ്ച് കഴിയുമ്പോൾ ലോഞ്ച് പ്രൊഫൈലിലെ ഏറ്റവും അവസാനം അതിൻ്റെ അകത്ത് ഓൺബോർഡ് ക്യാമറയുണ്ട്. ആ ഓൺബോർഡ് ക്യാമറ ഈ സാറ്റലൈറ്റ് റോക്കറ്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് പോകുന്ന വീഡിയോ ഡയറക്റ്റ് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഈ ലോഞ്ചിൽ അത് കാണിച്ചിട്ടില്ല. ഇതിന്റെ അതേപോലെ തന്നെ ഈ സാറ്റലൈറ്റ് ഇന്റഗ്രേഷൻ ഉണ്ട്, ഇതിലേക്കുണ്ട് ഈ റോക്കറ്റിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒക്കെ വീഡിയോ പുറത്തു വരാറുണ്ട്. അതിന്റെ പരീക്ഷണങ്ങൾ, അത് അവിടെ വെച്ചതിന്റെ ട്രയൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ നമ്മുടെ ചാന്ദ്രയാന്റെ ഒക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. അതിന്റെ സോളാർ പാനൽ വിടർത്തുക, അടയ്ക്കുക, നോക്കുക, ആന്റിന ഇങ്ങനെ നോക്കുക, ഇതെല്ലാം ചെയ്യും, ടെസ്റ്റുകളെല്ലാം ചെയ്യും. സ്പേസിൽ എത്തിക്കഴിഞ്ഞാൽ ഇവർ എന്തൊക്കെ ചെയ്യണോ ആ ടെസ്റ്റുകൾ മുഴുവൻ ഇവിടെ ചെയ്യും. അതിന്റെ ഒക്കെ വീഡിയോ അവൈലബിൾ ആണ്. ഈ സാറയുടെ സൈറ്റിൽ കയറി നോക്കിയേക്കാം. പക്ഷെ ഇതിന്റെ അങ്ങനത്തെ ഈ സാറ്റലൈറ്റ് എങ്ങനെ ഇരിക്കുമെന്ന് പോലും ആ ക്ലോസ് സർക്കിളിലുള്ള കുറച്ച് പേർക്കല്ലാതെ വേറെ ആർക്കും അറിയാം. ഹൈലി സെക്യൂരിറ്റി കൺസേൺഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് അങ്ങനെയാണ്. ഇനിയിപ്പം അവിടെ അതിന് ഒരു കാര്യമുണ്ട്, ആ ലോഞ്ച് കഴിഞ്ഞ സയന്റിസ്റ്റുകളുടെ മുഖത്തെ ഒരു ആഹ്ലാദം കാണുമായിരുന്നു. എല്ലാ ലോഞ്ച് കഴിഞ്ഞും അവർക്കുണ്ടാവും. പക്ഷെ ഇതല്ല കാര്യം. അവരെടുത്ത റിസ്ക് എന്ന് പറഞ്ഞാൽ അത്ര വലുതായിരുന്നു. അത്ര വലിയ റിസ്ക് ആണ് അവരെടുത്തത്. കാര്യം ഈ ഒരു കടമ്പയും കൊണ്ട് കഴിഞ്ഞതോടുകൂടി ഉണ്ടല്ലോ നമ്മുടെ ഇതിന്റെ ISROയുടെ ആ ഒരു ടെക്നിക്കൽ സ്കിൽ എന്ന് പറഞ്ഞാൽ അടുത്ത ലെവലിലേക്ക് അങ്ങ് മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് വെറും ഒരു സാധാരണ ലോഞ്ച് അല്ല, ഒരുപാട് പ്രത്യേകതകളുള്ള ലോഞ്ചാണ്.
തീർച്ചയായിട്ടും. ഇപ്പൊ അവിടെ നാരായണൻ അത് കഴിഞ്ഞ ISRO ചെയർമാൻ. ഈ വർഷം ഇനി 7 ലോഞ്ചാണ് വരാൻ. ഉഹും. 7 ലോഞ്ച് ഈ വർഷം എന്ന് പറഞ്ഞാൽ ഈ മാർച്ചിന് മുമ്പ് ഫിനാൻഷ്യൽ ഇയർ. അതായത് മാസത്തിൽ 1 എന്നുള്ളതിനെക്കാട്ട് കൂടുതലുണ്ട്. ഉം. ഇപ്പൊ മനുഷ്യക്ക് ഓർമ്മയുണ്ടാവും. ഒന്ന് വെറുതെ ഒന്ന് പുറകോട്ടൊന്ന് ചിന്തിച്ചു നോക്കും. ഒരു വർഷം 1 അല്ലെങ്കിൽ 2 ലോഞ്ചേ മാക്സിമം ഇവിടെ നടക്കുള്ളൂ, നടന്നിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ ഏകദേശം മാസത്തിൽ 1 വെച്ച് നടക്കാവുന്ന ഒരവസ്ഥയിൽ നമ്മളെത്തി. തീർച്ചയായിട്ടും വലിയ ആ അച്ചീവ്മെന്റ് ആണ്. ഇനി അടുത്ത 2-3 വർഷത്തിനുള്ളിൽ ഒരു വർഷം 50 ലോഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിലും ആ അവസ്ഥയിലേക്ക് എത്താൻ പോവുകയാണ്. തീർച്ചയായിട്ടും. അതിനൊക്കെ അതൊരു ചെറിയ കാര്യമല്ല, ഭയങ്കര വളരെ. ഇപ്പം അതുമല്ല, നമ്മൾ ലോഞ്ചിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്താൽ ഇതുവരെ 103 ലോഞ്ച് ഇതടക്കം ISRO നടത്തിയിട്ടുണ്ട്. ഉം. ഈ 103 ലോഞ്ച് 48 ലോഞ്ച് നടന്നത് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ. ഉം. അപ്പൊ നമ്മളിപ്പോ ഞാനിത് പറയുമ്പം ഇങ്ങനെ എടുത്തു പറയുമ്പോൾ അത് നരേന്ദ്രമോദിയുടെ ഇതാണ് എന്നൊക്കെ പറയും. അതെന്തോ ആയിക്കോട്ടെ, നമ്മുടെ മുമ്പിലുള്ളൊരു കണക്കാണിത്, ഉം. ഡേറ്റയാണിത്, ഒഫീഷ്യൽ ആൻഡ് ഓതന്റിക് ഡേറ്റ. നമുക്ക് തീർച്ചയായിട്ടും എല്ലാവർക്കും ഭാരതത്തിന് സന്തോഷിക്കാൻ അവകാശം. തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്ന നിമിഷമാണ്. എന്തായാലും ഒരുപാട് ഇൻഫർമേഷൻസ് ആണ് പാസ് ചെയ്തത്. എന്തായാലും ഒരുപാട് നന്ദി ഷാ പ്രസാദ് സാർ. താങ്ക് യു.